തിരുവനന്തപുരത്തും കൊല്ലത്തും മത്സ്യബന്ധനത്തിനിടെ കാണാതായ മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മുതലപ്പുഴയിൽ ഷിജിനായ പുലിമുട്ടുകളിലും പാറക്കെട്ടുകൾക്കിടയിലും സ്ക്യൂബ സംഘം പരിശോധന തുടരുകയാണ്. ഡോർണിയർ വിമാനം വ്യോമനിരീക്ഷണം നടത്തുന്നുണ്ട്. 4 മണിയോടെ നാവികസേനയുടെ മുതലപ്പുഴയിൽ അവർ എത്തും. ഒരു പ്രതികരണം കേൾക്കാം. 99% നമുക്ക് അവിടെ ഇല്ല എന്നുകൊണ്ട് നമുക്ക് പറയാം. കാരണം നല്ല രീതിയിൽ നമ്മൾ അയച്ചു പറക്കി നോക്കിയിട്ടുണ്ട്. കല്ലിനിടയിൽ നമ്മളെല്ലാം നോക്കി. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒഴുക്ക് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ നമുക്ക് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരു അവസ്ഥയിലല്ല. കടൽ ഭയങ്കരമായിട്ട് റഫായി നിൽക്കുന്ന സമയമാണ്. കടലിന് ഒതുങ്ങി കുറച്ചുകൂടെ ഈ കലക്കലൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാലാവസ്ഥ ഇപ്പൊ അനുകൂലമാണെങ്കിൽ അടുത്തതിന് ഏത് ഏരിയയിലേക്കായിരിക്കും മാറി ഇപ്പൊ ചെയ്തതിൽ നിന്നും മാറി കുറച്ചുകൂടെ ഉള്ളിലേക്കായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കാൻ പറ്റും. പുറത്ത് നമുക്ക് അകത്തേക്ക് നോക്കേണ്ട സാധ്യതയില്ല. കാരണം തിരക്ക് പ്രഷർ കുറവാണ്. സോ അവർ നമ്മുടെ ഒരു ബോഡിയിലെ അകത്തേക്ക് പ്രഷർ ചെയ്ത് വെക്കാനുള്ള സാധ്യതയില്ല. സോ പിന്നുള്ളത് തിര അടിക്കുന്ന ഭാഗത്താണ്. അവിടെ പക്ഷേ തിര ഒതുങ്ങിയാൽ മാത്രമേ നമുക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. നമുക്കൊപ്പം റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ ഡിയാഗോയിലേക്ക് പോവുകയാണ്. അശ്വിനി, കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ട സ്ത്രീകൾ ആ വേദന മറന്നു തുടങ്ങുന്നതിന് മുൻപേ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി അവർ സമരത്തിലാണ്. നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. അവർ പൊട്ടിക്കരയുന്നുണ്ട്. മറ്റൊന്നും അവർ ആവശ്യപ്പെടുന്നില്ല. സിസ്റ്റമേ ഒന്ന് ഉണർന്നു പ്രവർത്തിക്കൂ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. തങ്ങളുടെ വേണ്ടപ്പെട്ടവന് എന്തു പറ്റി, കരയിലോ കടലിലോ ആളുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നൊന്ന് ആ ഒരു ഉത്തരം തേടിയാണ് ആ കുടുംബങ്ങൾ സമരം ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയധികം ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് സിസ്റ്റം ഒന്ന് ഉണർന്നു എന്നൊരു തോന്നലെങ്കിലും ആ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. 3 പേർ ഇപ്പോഴും വെള്ളത്തിലാണ്. 3 പേരെ കാണാതായിട്ട് 10 ദിവസങ്ങൾ പിന്നിട്ടു. ഇന്ന് നടക്കുന്ന തെരച്ചിൽ എങ്ങനെയാണ് അശ്വിൻ? അതിൽ ഈ കുടുംബം തൃപ്തരാണോ? ഒരു ഉത്തരം അല്പസമയത്തിനകം അല്ലെങ്കിൽ ഉടനെയെങ്കിലും നമുക്ക് ഈ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുമോ അശ്വിൻ? ഷിഹാസ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഞാൻ തുടങ്ങുകയാണ്. കാരണം ഈ ഒരു രീതിയിലുള്ള ഊർജിതമായ തിരച്ചിൽ ഈ അപകടം നടന്ന ആദ്യ 2 മണിക്കൂറിനിടെ നടത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്താണ് ഈ ഷിജിൻ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയ ഈ ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. ആ കാണുന്ന പുലിമുട്ടുകൾക്കിടയിലാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്ന മറ്റാളുകൾ പിടിച്ചു നിന്നത്. പക്ഷേ അവിടെ നിന്നും ഷിജിനെ ശക്തമായ തിര അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ആ സമയം നമുക്ക് ആ ബോട്ടിലുണ്ടായിരുന്ന മറ്റ് ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് 10 ദിവസമായി ഷിജിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കുടുംബം എന്നുള്ളതാണ്. ഇതുവരെയായി ഷിജിൻ എവിടെയാണ് എന്നൊരു ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി, പ്രത്യേകിച്ച് ഇന്ന് ഊർജിതമായ ഒരു ശ്രമം തന്നെയാണ് ഷിജിനെ കണ്ടെത്തുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. രാവിലെ 5:45 മുതൽ തന്നെ ഈ ഒരു ഷിജിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ വിവിധയിടങ്ങളിൽ ആരംഭിച്ചിരുന്നു. ആദ്യം കോസ്റ്റ് ഗാർഡിന്റെയും പിന്നീട് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ മാറിയുള്ള പരിശോധനകൾ നടക്കുന്നു. അങ്ങനെ 8:30 തന്നെ ആദ്യഘട്ടത്തിൽ ഈ സ്കൂബ ഡൈവിംഗ് സംഘം ഇവിടേക്കെത്തി പരിശോധന ആരംഭിക്കുന്നു. ആദ്യം ഈ കാണുന്ന തിര അടിച്ചു കയറുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്ത് ആ പാറക്കെട്ടുകൾക്കിടയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തിയത്. കാരണം ഈ മുതലപ്പുഴയുടെ ഒരു ശീലമനുസരിച്ച് അല്ലെങ്കിൽ ഈ പുഴയുടെ സ്വഭാവം അനുസരിച്ച് തിരകൾ ആ കാണുന്ന വലതു ഭാഗത്തുനിന്ന് അടിച്ച് ഇടതു ഭാഗത്തേക്കാണ് കയറുന്നത്. ആ കാണുന്ന ചുഴി ഭാഗത്താണ് അപകടം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഷിജിൻ ഉണ്ടാവുക ഈ കാണുന്ന ഈ പാറക്കെട്ടുകൾക്കിടയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. അത് കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ 2 ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. പക്ഷേ 2 ഇടങ്ങളിലും ഈ ഒരു പരിശോധനയിൽ എവിടെയും തന്നെ ഇത്തരത്തിൽ ഈ ഷിജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ പരിശോധന നടത്തിയ സ്കൂബ ഡൈവിംഗ് സംഘത്തിലെ അംഗം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 99% ഈ ഭാഗത്ത് കാണാനില്ല. പക്ഷേ ഈ കുടുംബം പറയുന്നത് ആ കാണുന്ന ചുഴി, അതായത് ഈ തിര അടിച്ചു കയറുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ഈ പുഴിമുഖം, അവിടെ നിന്നാണ് വള്ളങ്ങൾ തിരിഞ്ഞ് കടലിലേക്ക് ഇറങ്ങുന്നത്. അവിടെയാണ് അപകടം നടന്നിട്ടുണ്ടാവുക. അവിടെയാണ് വലിയ വലിയ പുലിമുട്ടുകൾ കടക്കുന്നത്. ഒരു പക്ഷേ അതിനിടയിലായിരിക്കാം ഷിജിൻ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അവിടേക്ക് തിരച്ചിലിന് ഇപ്പോൾ നടക്കില്ല എന്നുള്ളതാണ് ഈ അധികൃതരിൽ നിന്നും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അവിടെ ശക്തമായ തിരയുടെ നമുക്ക് കാണാൻ കഴിയും. അതിനിടയിൽ തിരയടിച്ച് ഒരു പക്ഷേ ഷിജിൻ അതിനടിയിലുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കുക വളരെ ദുഷ്കരമായിരിക്കും. ഈ തിര 10 ദിവസമാണ് ഇത്തരത്തിലൊരു ആത്മാർത്ഥമായ ഒരു ഇടപെടൽ, ഈ ഒരു ആവേശം ആദ്യ മണിക്കൂറുകളിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഷിജിൻ എന്ന ആ ഒരു ചെറുപ്പക്കാരൻ എവിടെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭിക്കുമായിരുന്നു. ഷിജിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ തെരുവിലേക്ക് ഒരു സമരം വന്നാൽ മാത്രമേ ഞങ്ങൾ ഉണർന്നു പ്രവർത്തിക്കൂ എന്ന് പറയുന്ന സംവിധാനങ്ങളാണ് ഇന്നും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം.